ഞാൻ സത്യം പറയുന്നു. ഞാൻ വടകരയിലേക്ക് ഇത്തവണ എന്തായാലും വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് ഇമാതിരി ഒരു വരവായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ ഈ നാടിനു വേണ്ടി ഞാൻ കാണിക്കും എന്നാദ്യമേ പറയാൻ ആഗ്രഹിക്കുക. രാഘവേട്ടൻ പറഞ്ഞു ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞാൻ വിളിച്ചു പോകുന്നു. ഞാനിവിടെ ഒരു പ്രസംഗമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ 10,000-കണക്കിന് ജനങ്ങളുടെ തോളിലേറിയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു വടകരയുടെ തെളിമയുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ ചുവട് ചവിട്ടി ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടന്നെടുക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി വിധിയെഴുത്ത് നടത്താൻ കെൽപ്പും ആർജവുമുള്ള ഒരു ജനതയുടെ പ്രതിനിധിയാവാനുള്ള ഭാഗ്യം ഈ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു പാറക്കൽ അബ്ദുള്ളയും കെ രമചേച്ചിയും ഇടത്തും വലത്തും നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ട ബാലേട്ടൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ മുഴുവൻ നേതാക്കന്മാരും അതിനെ നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഉള്ളത് നിങ്ങളോട് തുറന്നു പറയാം. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോള് വരുന്നത്. അപ്പൊ എന്റെ സ്റ്റാഫിൽ ആരോ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, നേതാക്കന്മാരെ തിരിച്ചു വിളിക്കണം. അപ്പൊ എന്നോട് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണാവൂന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചു വിളിച്ചപ്പോ എന്നോട് പറയുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ UPA ചെയർപേഴ്സന്റെ രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ആലോചിച്ചു അത് എന്തായിരിക്കും തീരുമാനം. നാളെ രാവിലെ പ്രഖ്യാപനം വരും, നിങ്ങളാണ് വടകരയിലെ UDFന്റെ സ്ഥാനാർത്ഥി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല, ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ ഉള്ളിൽ തട്ടി സത്യസന്ധമായി പറയുന്നു. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഞാൻ ചോദിച്ചു വടകരയിലോ പാർലമെന്റിലേക്കോ? അപ്പൊ മുരളിയേട്ടനല്ലേ അവിടെ ഉള്ളത്? അതിനൊരു കാരണം കൂടിയുണ്ട്. പ്രസിഡന്റ്, ഞാൻ തലേ ദിവസം മുരളിയേട്ടനെ വിളിച്ചിരുന്നു. 11-ാം തീയതി വൈകുന്നേരം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മുരളിയേട്ടനെ വിളിക്കുന്നത്. എന്നിട്ട് അത് പറഞ്ഞു വെക്കുമ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു തിരക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും മുരളിയേട്ടൻ ഞാൻ ഇത്തവണ വടകരയിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ സത്യം പറയുന്നു, ഞാൻ വടകരയിലേക്ക് ഇത്തവണ എന്തായാലും വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് ഇമാതിരി ഒരു വരവായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രയാസം വന്നു എന്നുള്ളതും സത്യമാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? കാരണം ഞാൻ ഇനി ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത്? ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞത്? എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി എന്ന് പറയാൻ എന്നെ കാക്കുന്നവരുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യവും. എനിക്ക് പാലക്കാട് നിന്ന് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പ്രയാസം ഉണ്ടായെന്നുള്ളത് സത്യം. കാരണം പേരിനൊപ്പമുള്ള 3 അക്ഷരം ഞാൻ വീട്ടിൽ നിന്നൊരു സ്യൂട്ട് കേസാക്കി അവിടെ കൊണ്ടുപോയതല്ല, അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നതാണ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. നാളെ നിങ്ങൾ എന്റെ പേരിന്റെ അവസാനം 2 അക്ഷരം തന്നാലും അതെനിക്ക് കളഞ്ഞു കിട്ടിയതല്ല, അത് വടകരയുടെ ഹൃദയം കൊണ്ട് തന്നതാണ് എന്നുള്ള ബോധത്തോട് തന്നെ ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റും എന്നുള്ള കാര്യത്തിനും സംശയം വേണം. പാലക്കാട് നിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ആദ്യം വന്നൊരു പ്രയാസം തന്നെ ചേച്ചി. ഞാൻ പെട്ടെന്ന് പാലക്കാട് വിട്ട് പോവേണ്ടി വരും. എനിക്ക് അവിടുത്തെ ആളുകളും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ നമ്മുടെ UDFന്റെ പ്രവർത്തകരും അവിടെ നാട്ടുകാരും ഒക്കെ തരുന്ന ഒരു സ്നേഹമുണ്ട്. അതെല്ലാ ജനപ്രതിനിധികൾക്കും ഒക്കെ കിട്ടുമായിരിക്കും. എനിക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയില്ല, അത് അവരുടെ പ്രത്യേകതയാണ്. അങ്ങനെ അവർക്ക് സ്നേഹിക്കാൻ അറിയുന്നത് എന്റെ പ്രത്യേകത കൊണ്ടല്ല, അത് അവരായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലക്കാട് നിന്ന് പെട്ടെന്ന് പോരാന്ന് പറയുമ്പോൾ എനിക്കത് അറുത്തു മുറിച്ച് മാറ്റാൻ പെട്ടെന്ന് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അവിടെ പോവാൻ, അവിടുന്ന് തെരഞ്ഞെടുത്ത ജനങ്ങൾ അവർ തന്നൊരു സപ്പോർട്ടൊക്കെ പെട്ടെന്ന് ഓർത്തപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം എനിക്കൊരു പ്രയാസം വന്നു. ആ പ്രയാസം ഞാൻ നമ്മുടെ 1-2 നേതാക്കന്മാരെ വിളിച്ച് പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രയാസവും വേണ്ട, അവർക്കത് മനസ്സിലാവും, നിനക്ക് ഇങ്ങോട്ട് വരാം, അവരുടെ സ്നേഹവും ഉണ്ടാവും, വടകരയുടെ സ്നേഹവും ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ കുറച്ച് സമയമുണ്ട്.
ഞാൻ ഒരു കാര്യം പറയുന്നു. എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു, എന്നോട് അവിടുന്ന് പോരുമ്പോ ചോദിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് മൈക്ക് നീട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ ഈ വേദിയിൽ നിന്ന് പറയുന്നു, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP ജയിക്കുമോ എന്നുള്ളത് BJPക്കാർക്ക് അറിയാം, അവർ ജയിക്കാൻ പോകുന്നില്ല. അവിടെ CPM-നാണ് സംശയം BJP ജയിക്കുമെന്ന്. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ CPM-ന് എന്താ ഇത്ര ആവേശം? നിങ്ങൾ പാലക്കാട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഞാൻ CPM-നോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവര് ഇവിടെ പല പ്രമുഖരും വന്ന് മത്സരിച്ച സമയത്ത് അവരവിടെ എടുത്ത തീരുമാനം അത് കേവലം വ്യക്തിപരം മാത്രമല്ല, അവരെടുത്ത തീരുമാനം മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളതായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു, ഞാൻ വടകരക്കും നൽകുന്നു, ഞാൻ കേരളത്തിനും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട.